HDFC ബാങ്കിൻ്റെ ഒരു അനലൈസാണ് ചെയ്യുന്നത്. ഇത് മാർക്കറ്റ് നേരത്തെ ഉണ്ടാക്കിയ ഒരു ബൈയിങ് ക്യാൻഡിലിൻ്റെ ഓർഡർ ഫ്ലോ ബ്രേക്ക് ചെയ്തല്ലേ, ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ മാർക്കറ്റ് ഒന്ന് കറക്റ്റീവ് മോഡിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് പോയപ്പോൾ അത് സപ്പോർട്ടായിട്ടും അതിനെ ആ ഒരു ബാലൻസ് കറക്റ്റ് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. വീണ്ടും ഒരു നല്ലൊരു ക്യാൻഡിൽ വന്നു, അതിൻ്റെ വീണ്ടും വലിയൊരു ക്യാൻഡിൽ വന്നു അല്ലേ, അതിനെ വീണ്ടും അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ വീണ്ടും ഡൗൺ ചെയ്തിട്ടാണ് ഇവിടെ മാർക്കറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഏരിയയെ കറക്റ്റ് ചെയ്തത് അല്ലേ. എന്നിട്ട് വീണ്ടും വലിയൊരു ബൈയിങ് ക്യാൻഡിൽ വന്നപ്പോൾ അതിനെ വീണ്ടും കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഗ്യാപ്പിനെ വീണ്ടും ഒരു ദിവസം അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇംബാലൻസ് ആയാലും ഇനിയിപ്പോൾ ഓർഡർ ബ്ലോക്ക് തന്നെ ആയാലും നോക്കിക്കേ, ഓർഡർ ബ്ലോക്ക് ഇവിടെ കവർ ചെയ്തു അല്ലേ, അടുത്ത ഓർഡർ ബ്ലോക്കും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ITC ആണെങ്കിലും ഓക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട് അല്ലേ. പിന്നെന്താണ്, ഒരു SVG ഏരിയ ആണെങ്കിൽ പോലും മാർക്കറ്റ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏത് ടെക്നോളജി, ഏത് സ്ട്രാറ്റജി ആണെങ്കിലും അല്ലെങ്കിൽ ഡിമാൻഡ് സോണ്, സപ്ലൈ സോണ് ഏതൊക്കെ പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ് അവസാനം വന്നത് അല്ലേ. പല ദൈവങ്ങളുണ്ടെങ്കിലും എല്ലാം ഒരു ദൈവം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എല്ലാ സ്ട്രാറ്റജി ഉണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നത് പ്രൈസിൻ്റെ മൂവ്മെൻ്റാണ് അല്ല. എല്ലാ സ്ട്രാറ്റജിയും നമ്മൾ ഒരുമിച്ച് നോക്കുക. അടുത്തെന്താണ് വരാൻ പോകുന്നത് അല്ലേ. ഇവിടെയും ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടുത്തിനി എന്താണ് വരാനുള്ളത്, 1 2 3 ടൈം മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തെന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പിംഗ് ആണ് അല്ലേ. ഇവിടെ താഴേക്ക് സെല്ല് ചെയ്തവരുടെ ബൈ ലിക്വിഡിറ്റി എടുക്കാൻ മാർക്കറ്റ് ഇവിടെ മുകളിലേക്ക് വരും. അതെങ്ങനെയാണ് ഇവിടെ ഏരിയ നമുക്ക് കിട്ടിയത്, സ്ട്രഗിൾ ചെയ്ത ഏരിയയുടെ അല്ലെങ്കിൽ ഒരു സിങ് ഏരിയയുടെ അതിൻ്റെ 72% അല്ലേ. 72ൻ്റെ പകുതി എത്ര, 36 അല്ലെ. 36% മാർക്കറ്റ് ഇവിടെ വരണമെന്നാണ് കണക്കാക്കി നമ്മൾ അടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താണ്, റേറ്റ് ടെസ്റ്റ് നടക്കുന്ന ഏരിയയിൽ നിന്ന് നേരത്തെ ഉള്ള ഏരിയ 72% ഇവിടെ മാർക്കറ്റ് വരുമെന്നുള്ളതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻസ് ഓക്കെ. അപ്പോൾ മാർക്കറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇത് ബ്രേക്ക് താഴേക്ക് പോകാം. അത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ്, വാർ എക്സ്പാൻഷൻ, അത് ഗ്ലോബൽ ന്യൂസിനെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നുകൂടിയാണ്. എന്നാലും സ്ട്രക്ചർ പ്രകാരം ഇവിടെ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ട്. എന്നിട്ട് ബൈ ലിക്വിഡിറ്റി എടുത്താൽ സെൽ ലിക്വിഡിറ്റി എടുത്ത് ഇവിടെ തിരിച്ച് വീണ്ടും വന്നിട്ട് ബൈ ചെയ്തവരുടെ ലിക്വിഡിറ്റി എടുക്കാൻ, സെൽ ലിക്വിഡിറ്റി എടുക്കാൻ ഇവിടെ മാർക്കറ്റ് വീണ്ടും കറക്റ്റ് മുകളിലേക്ക് വന്നെന്നിരിക്കാം. പക്ഷേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് അപ് ട്രെൻഡിലേക്ക് ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് ഇനി മുകളിലേക്ക് മൂവ്മെൻറ്റ് നടത്തും ഓക്കെ.